ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ന് തൃശ്ശൂരിലെത്തുകയാണ്. 2024 ഫെബ്രുവരി 20 ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. അതിന് മുന്നോടിയായി തൃശ്ശൂർ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു പ്രകടനം 2 ലക്ഷം വനിതകളുടെ പ്രധാനമന്ത്രി ഇന്ന് നേരിട്ട് കാണും. അദ്ദേഹം അവിടെ തെക്കുംകട മൈതാനത്ത് ഇന്ന് പ്രസംഗിക്കുകയും ചെയ്യും. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള അറിയപ്പെടുന്ന സ്ത്രീകളുടെ ഒരു നിര തന്നെ മോഡിജിയുടെ ഒപ്പം ആ സ്റ്റേജിലുണ്ടാകുമെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അടുത്ത കാലത്ത് നമുക്കറിയാം, പെൻഷൻ കിട്ടാതെ പിച്ചച്ചട്ടി എടുത്ത് നടന്ന മറിയക്കുട്ടി എന്ന കഥാപാത്രം അവർ സ്റ്റേജിലുണ്ടാവും. മറിയക്കുട്ടിയുടെ വീട്ടിലെ സുരേഷ് ഗോപി വന്ന് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കണ്ടു. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരും സുരേഷ് ഗോപിയും മത്സരിക്കുമെന്നാണ് കാണുന്നത്. സുരേഷ് ഗോപി എവിടെ വിളിച്ചാലും ഞാൻ വരും എന്ന് മറിയക്കുട്ടി പറയുകയും ചെയ്തത് നമ്മൾ കണ്ടു. ഏതായാലും ആ 2 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആ ഒരു പ്രകടനത്തിൽ മോഡി അവിടെ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ഒപ്പം സ്റ്റേജിലെ മറിയക്കുട്ടിയുടെ കൂടെ വേറെ കേരളത്തിൽ അറിയപ്പെടുന്ന കുറേ സ്ത്രീ വ്യക്തിത്വങ്ങളും കൂടെ ഉണ്ട്. അതിന് ക്രിക്കറ്റ് നമ്മുടെ അറിയാം, കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ക്രിക്കറ്റർ, ഒരു പെങ്കൊച്ചിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കാനുള്ള അവസരം ലഭിച്ചു. അത് എല്ലാവർക്കും നമുക്കറിയാം. കുട്ടിയുടെ പേര് മിന്നുമണി ആ സ്റ്റേജിലുണ്ടാവും. അതുപോലെ നടി ശോഭന അവിടെ ഉണ്ടാവും എന്ന് കരുതുന്നു. ഒളിമ്പ്യൻ പി ടി ഉഷയും സ്റ്റേജിലുണ്ടാവും. അതുപോലെ തന്നെ വൈക്കം വിജയലക്ഷ്മി എന്ന ആ പാട്ടുകാരി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർ പല സ്റ്റേജിലും പല അമ്പലങ്ങളിലും അവർ പാടിയിട്ടുണ്ട്. അവരുടെ പാട്ട് ശ്രുതി മധുരകരമാണ്, അത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ആ വിജയലക്ഷ്മി സ്റ്റേജിലുണ്ടാവും എന്നാണ്. വ്യവസായ പ്രമുഖരിലെ പ്രതിനിധീകരിച്ച് കോട്ടയം ഷീമാട്ടിയുടെ ഉടമസ്ഥ ബീന കണ്ണൻ സ്റ്റേജിലുണ്ടാവുമെന്ന് പറയുന്നു. പിന്നെ സാമൂഹിക പ്രവർത്തകയായ ഉമാ പ്രേമന്, അതുപോലെ ശോശാമ്മ അയ്പ്പ്, വെച്ചൂർ പശുവിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വച്ച ശോശാമ്മ അയ്പ്പും ആ സ്റ്റേജിലുണ്ട്. അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന സ്ത്രീകൾ അവരവരുടെ വ്യക്തിത്വം സ്ഥാപിച്ചവരെല്ലാവരും ഇപ്പോൾ സ്റ്റേജിൽ മോഡിജിയുടെ ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ആ സ്റ്റേജിലാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അടുത്ത 6 എംപിമാരുടെ തീരുമാനം ഏകദേശം BJPയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും സുരേഷ് ഗോപി കേരളത്തിൽ ആദ്യമായിട്ട് BJPയുടെ ഒ രാജഗോപാലിന് ശേഷം ഒരു MP യുടെ സ്ഥാനം ഉറപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സുരേഷ് ഗോപിയെ എല്ലാ രംഗത്തും എല്ലാ വിഭാഗം ആൾക്കാരും ഒരുപോലെ സമ്മതനാണ്. അതുതന്നെയല്ല, മറ്റ് MPമാരെ രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ അല്ല, സഹായം എത്തിക്കേണ്ട സ്ഥലത്ത് അദ്ദേഹം പറന്നെത്തുന്നത് നമ്മൾ കാണാം. മറിയക്കുട്ടിയുടെ അടുത്ത് അവരുടെ 2 പേരുടെയും അടുത്ത് ഓടിയെത്തിയവരിൽ പ്രമുഖനായ വ്യക്തി തന്നെയായിരുന്നു സുരേഷ് ഗോപി. ഏതായാലും കേരളത്തിലെ BJP MP സ്ഥാനം ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നത് തൃശ്ശൂരായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിജി എത്തുന്നത്. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ, അദ്ദേഹം കുട്ടനെല്ലൂർ ഹെലിപ്പാഡിലാണ് വന്നിറങ്ങുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് തെക്കുംകാട് മൈതാനത്തിലേക്ക് പോയി. തെക്കുംകാട് മൈതാനത്തിൽ അദ്ദേഹം അവിടെ പാർട്ടി നേതാക്കളും BJPയുടെയും സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രതികരിച്ച് അവിടെ ആരെങ്കിലും ഒരു പാർട്ടി സമ്മേളനം ആയതുകൊണ്ട് ഇവിടെ ആരെങ്കിലും മന്ത്രിമാരാരെങ്കിലും അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ അവിടെ എത്തില്ല. കുട്ടനെല്ലൂർ ഹെലിപ്പാഡിൽ വന്നിറങ്ങുമ്പം അവിടുത്തെ ജില്ലാ കളക്ടറാണ് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നത്. അതുപോലെ തമിഴ്നാട്ടിൽ നമുക്കറിയാം, തമിഴ്നാട്ടിലെ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാണ്
മോഡിജിയെ സ്വീകരിക്കാനായിട്ട് എയർപോർട്ടിൽ പോയത് നമ്മൾ കാണണം. ഏതായാലും ഏത് സ്ഥലത്ത് വരട്ടെ, അവിടെ ഒരു മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരും അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ രാഷ്ട്രീയമായ പല ചേരിതിരിവുകളും പലർക്കും പല രീതിയിലുള്ള ഒപ്പീനിയനുകളും രാഷ്ട്രീയപരമായിട്ടുണ്ടാവും. പക്ഷേ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഏത് പാർട്ടിയിലുള്ളയാലും ശരി, ഏത് ജാതിയിലുള്ളയാലും ശരി, ആ ഭരണഘടനാപരമായ ആ കൃത്യം നിർവഹിക്കുന്ന അദ്ദേഹത്തിനെ നമ്മൾ ബഹുമാനിക്കേണ്ടി വരും. അദ്ദേഹത്തിനെ ബഹുമാനിക്കണം. അദ്ദേഹത്തിനെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് തന്നെ കാണണം. ജാതിപരമായോ വർഗപരമായോ ചിലപ്പോൾ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ കേരള മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ എവിടെ വന്നാലും ഏത് സ്ഥലത്തായാലും ശരി, അദ്ദേഹം വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നത് നല്ലതായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും 2 സ്ഥാനാർത്ഥികളുടെ കാര്യം ഉറപ്പാണ്. ഒന്ന് തൃശ്ശൂർ സുരേഷ് ഗോപി, ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഇവർ 2 പേരും കേരളത്തിൽ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ള MP-മാരാണ്. അതുകൊണ്ടാണ് മോഡിജി അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് കേരളത്തിൽ ഇന്ന് വരെ BJPക്ക് ഒരു MP-യെ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് രംഗത്തിറങ്ങി തൃശ്ശൂർ വരുന്നത്. ഏതായാലും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ അങ്ങനെ ധ്വനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചിലപ്പം പ്രൈം മിനിസ്റ്റർ പറഞ്ഞെന്ന് വരാം. പക്ഷേ അത് ഇലക്ഷനെ ഡിക്ലെയർ ചെയ്തില്ല, അതിന് ശേഷമേ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ. എങ്കിലും അടുത്ത പ്രധാനമന്ത്രി ഒരു വിസിറ്റൂടെ കേരളത്തിൽ നടത്തും എന്ന കടന്ന് ആറ്റിങ്ങലിൽ പ്രൈം മിനിസ്റ്റർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കേന്ദ്രമന്ത്രിയായി നമുക്കറിയാം വി മുരളീധരന് പൊതുവേ അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും സർവസമ്മതനാണ്. അതുതന്നെ വിദേശത്ത് അദ്ദേഹം പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നത് കാണുന്നുണ്ട്. വളരെ നല്ല രീതിയിലൊരു പ്രവർത്തനം ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം അവിടെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു ക്യാബിനറ്റ് റാങ്കിലേക്ക് ഉയർത്തപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. അത് കേരളത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചോ അല്ലെങ്കിൽ രാജ്യസഭയിൽ നിന്ന് MP സ്ഥാനമോ ലഭിച്ച അദ്ദേഹം കേന്ദ്രത്തിലെ ഒരു റാങ്കിലുള്ള അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിയായി അടുത്ത 2024 ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം സുരേഷ് ഗോപിക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് അദ്ദേഹം തൃശ്ശൂർ ജയിച്ചെങ്കിൽ ഒരു സഹമന്ത്രിയുടെ സ്ഥാനം വരുമെന്ന് കരുതുന്നു. അതുപോലെ ഇതിനകത്ത് കേരളത്തിലെ പലരും നല്ല ഫൈറ്റ് കൊടുക്കാൻ കഴിവുള്ളവർ പലരും ഇപ്പം BJPയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. PC ജോർജ് പത്തനംതിട്ട നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ക്രിസ്ത്യൻ ബെൽറ്റിലുള്ള കുറേ വോട്ട് കിട്ടും. അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ കുറേ വോട്ട് പിടിക്കും. BJPയുടെ വോട്ടിടാകുമ്പം അവിടെ PC ജോർജ് നല്ലൊരു സ്കോപ്പുള്ള ഒരു മണ്ഡലമായിട്ടാണ് എനിക്ക് കഴിയുന്നത്. ഏതായാലും കേരളത്തിൽ ഇന്ന് വരെ ഓപ്പൺ ചെയ്യാത്ത BJP ആദ്യമായി 2-3 സീറ്റുകൾ പിടിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.